ഹലോ മൈ കുട്ടികളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെക്ടർ ആൾജിബ്രയാണ്. കാൽക്കുലസ് പഠിച്ച് നമ്മൾ ഇറങ്ങി. ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? വെക്ടർ ആൾജിബ്ര. വെക്ടറിന്റെ 2 ചാപ്റ്റർ ആണുള്ളത്, വെക്ടർ ആൾജിബ്ര ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി. അപ്പം വെക്ടർ ആൾജിബ്രയിൽ നമ്മൾ എന്താക്കണം, ഫുൾ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻസിൽ തൊടാൻ നമ്മൾ പോകുന്നില്ല, ഫുൾ കോൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഫുള്ളി കോൺസെപ്റ്റും കാര്യങ്ങളും കിട്ടിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ചാപ്റ്ററിന്റെ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്താക്കാണ്, എൻ്റെ പ്രോബ്ലത്തിലേക്ക് ക്ലാസ്സിലേക്ക് പോവാണ്. സോ എന്താണ് ഒരു വെക്ടർ? വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ഇത്രയും കാലം പഠിച്ച നമ്പർ ഇല്ലേ, മാഗ്നിറ്റ്യൂഡ്സ്, ആ മാഗ്നിറ്റ്യൂഡ്സിന്റെ കൂടെ എന്ത് കൂടി ഡിഫൈൻ ചെയ്യണം? ഡയറക്ഷനും കൂടി ഡിഫൈൻ ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് വെല്ലാസ് ഡയറക്ഷൻ എന്നാണ് നമ്മുടെ വെക്ടറിന്റെ ഡെഫിനിഷൻ തന്നെ. മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ ഡയറക്ഷനും കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ എന്തെന്ന് വെക്ടർ എന്ന് പറയുന്നത്. അപ്പം വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വെല്ലാസ് ഡയറക്ഷൻ. അപ്പൊ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എന്തെല്ലാണ്? ഫസ്റ്റത്തത് സ്കേലർ, നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. ഇനി രണ്ടാമത്താണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ എന്തും കൂടി വേണം, ദാറ്റ് ഈസ് വെലാസ് ഡയറക്ഷനും കൂടി കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? വെക്ടർ ആണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പൊസിഷൻ വെക്ടർ. ഏതാണ് പൊസിഷൻ വെക്ടർ? എന്താണ് ഒരു പൊസിഷൻ വെക്ടർ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്പേസിൽ ഒരു സാധനം, അതായത് സ്പേസിൽ ഇപ്പം ഞാൻ എന്തെടുത്തു, ഒരു ഫാൻ ഉണ്ട് എൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു AC ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഒരു ലൈറ്റ് എടുക്കാം, ഒരു ലൈറ്റ് എൻ്റെ മേലെയുണ്ട്. ആ സ്പേസിലുള്ള കാര്യമല്ലേ? ഞാൻ നിൽക്കുന്നത് ഒറിജിനിലാണെങ്കിൽ എൻ്റെ ഈ ഒറിജിനിൽ നിന്നും ആ സ്പേസിലുള്ള ആ ഒരു ലൈറ്റിലേക്ക് എനിക്കൊരു വെക്ടറിനെ സൂചിപ്പിക്കാൻ പറ്റും. ആ വെക്ടറാണ് മക്കളെ പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടറെ ഞാൻ ഒറിജിനൽ ആയതുകൊണ്ട് എൻ്റെ എന്തായിരിക്കും, ഒരു സ്പേസുള്ള കാര്യമുണ്ട്, XYZ എന്നുള്ള ആക്സിസ് വേണ്ടേ. ഞാൻ ഒറിജിൻ ആയതുകൊണ്ട് എൻ്റെ പോയിന്റ് എന്തായിരിക്കും? 0 0 0 ആയിരിക്കും. ആ ഒരു പോയിന്റ് എന്തായിരിക്കും? XYZ ആയിരിക്കുമല്ലോ. കാരണം അതെന്താണ്, സ്പേസിലുള്ള ഒരു കാര്യം നമുക്ക് പറയണമെങ്കിൽ X ആക്സിസ് വേണം, Y ആക്സിസ് വേണം, Z ആക്സിസും വേണം. അപ്പം XYZ ആയിരിക്കും. അപ്പം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു വെക്ടറിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന്? പൊസിഷൻ വെക്ടർ. അതിൻ്റെ ഡിഫൈൻ എങ്ങനെ വരിക? XI പ്ലസ് YJ പ്ലസ് ZK. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം, നമ്മുടെ പൊസിഷൻ വെക്ടർ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ഒരു പൊസിഷൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അതിൻ്റെ ലെങ്ത് എന്ന് പറയാൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു √(x² പ്ലസ് y² പ്ലസ് z² ആയിരിക്കും. x² പ്ലസ് y² പ്ലസ് z² ആയിരിക്കും ആ ഒരു പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത രണ്ടാമത് പഠിക്കുന്നതാണ് ഡയറക്ഷണൽ കൊസൈൻസ്. എന്താണ് ഡയറക്ഷണൽ കൊസൈൻസ്? ഡയറക്ഷണൽ കൊസൈൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു പൊസിഷൻ വെക്ടർ ഇല്ലേ, ആ പൊസിഷൻ വെക്ടർ നമ്മുടെ X ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിളിനെ ഞാൻ എന്ത് വിളിച്ചു? ആൽഫ എന്ന് വിളിച്ചു. അതേപോലെ തന്നെ നമ്മുടെ Y ആക്സിസുമായിട്ടും ആ ഒരു പൊസിഷൻ വെക്ടർ ആംഗിൾ എടുക്കും. ആ ആംഗിളിനെ ഞാൻ എന്ത് വിളിച്ചു? ബീറ്റ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ സെയിം ആസ് എന്തിനോടും ഉണ്ടാക്കും? നമ്മുടെ Z ആക്സിസിനോട് ഉണ്ടാക്കും. അതിനെ ഞാൻ ഗാമ എന്ന് വിളിച്ചു. അപ്പം എനിക്ക് ആൽഫ കിട്ടി, ബീറ്റ കിട്ടി, ഗാമ കിട്ടി. ആൽഫ ബീറ്റ ഗാമ 3 കിട്ടിയല്ലോ. ആൽഫ ബീറ്റ ഗാമ. അപ്പം ഈ 3 കിട്ടിയതിനും കോസ് ആൽഫ, അതിന് കൂടി കോസ് ആൽഫയുടെ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതാണ് നമ്മുടെ ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡയറക്ഷണൽ കൊസൈൻസ്. അതായത് ഡയറക്ഷണൽ കൊസൈൻസ് എന്താണ്? നമ്മുടെ പൊസിഷൻ വെക്ടറെ നമ്മുടെ X ആക്സിസും Y ആക്സിസും Z ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിളിന്റെ കൂടെ കോസ് ഏരിയ. ഇനി നമുക്കൊരു വെക്ടർ തരികയാണ്. A എന്നുള്ളൊരു വെക്ടർ തന്നു. എന്താണെന്ന് വെച്ചാൽ AI പ്ലസ് BJ പ്ലസ് ZK എന്നുള്ള ഒരു വെക്ടർ തന്നു. അങ്ങനെ ഒരു വെക്ടർ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഡയറക്ഷണൽ കൊസൈൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എന്തിനെ കണ്ടുപിടിക്കണം? ഡയറക്ഷണൽ റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഡയറക്ഷണൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ AI പ്ലസ് BJ പ്ലസ് ZK ഇല്ലേ, അതിൻ്റെ മുമ്പിലുള്ള ABC ഇല്ലേ, ZK വേണ്ട, ZK വേണ്ട, CK ആയിക്കോട്ടെ, CK. അപ്പം അതിൻ്റെ മുമ്പിലുള്ള IJKയുടെ മുമ്പിലുള്ള ABC ഇല്ലേ, അതായിരിക്കും എൻ്റെ ഡയറക്ഷണൽ റേഷ്യോ. ABC ആയിരിക്കും എൻ്റെ ഡയറക്ഷണൽ റേഷ്യോ. അപ്പോൾ ഡയറക്ഷണൽ റേഷ്യോ ഇട്ടല്ലോ. ഈ ഡയറക്ഷണൽ റേഷ്യോ വെച്ച് ഡയറക്ഷണൽ കൊസൈൻസ് ഞാൻ കാണാൻ പോവാണ്. എങ്ങനെ കാണുക ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് A/√(A² പ്ലസ് B² പ്ലസ് C². അതേപോലെ അടുത്ത രണ്ടാമത്തെ എന്തായിരിക്കും? B/√(A² പ്ലസ് B² പ്ലസ് C². അടുത്തെന്തായിരിക്കും? C/√(A² പ്ലസ് B² പ്ലസ് C². കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാളുള്ളൂ. ഒരു ഡയറക്ഷണൽ കൊസൈൻസ് വന്നിട്ട്, ഡയറക്ഷണൽ ഒരു വെക്ടർ വന്നിട്ട്
ഡയറക്ഷണൽ റേഷ്യോ ഡയറക്ഷണൽ കൊസൈൻസ് എല്ലാം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളൂ, ഇത്രയേ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈസി അല്ലേ? ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും മുമ്പിലുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതെന്തായി, ഡയറക്ഷണൽ റേഷ്യോ ആയി. ഇനി ഡയറക്ഷണൽ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് നമ്പർ ബൈ റൂട്ട് ഓഫ് അതിൻ്റെ എല്ലാത്തിനും സ്ക്വയർ ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി, സമ്മ് കണ്ടാൽ എന്ത് കിട്ടി, ആ ഒരു ഡയറക്ഷണൽ കൊസൈൻസ് കിട്ടി. ഇതാണ് ഡയറക്ഷണൽ റേഷ്യോ ഡയറക്ഷണൽ കൊസൈൻസും കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കണം ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. ഇതിൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഒക്കെ സെയിം ആയിട്ടുള്ളതാണ്. അടുത്താണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു വെക്ടർ എടുത്ത് എ എന്നുള്ളൊരു വെക്ടർ എടുത്തിട്ട് അതിൻ്റെ ഡയറക്ഷനിലൊരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. ഒരു വെക്ടറിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ യൂണിറ്റ് വെക്ടറും. ശ്രദ്ധിച്ചോളെ, ഒരു വെക്ടറിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും അതിന്റെ യൂണിറ്റ് വെക്ടറും. അതുപോലെ ഒരു വെക്ടർ തന്നിട്ട് എ എന്നുള്ള വെക്ടർ തന്നിട്ട് അതിന്റെ ഡയറക്ഷണൽ വെക്ടർ അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണിത്. ഇതെന്താ ഇക്വേഷൻ, 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വെക്ടറിനെ സ്ക്വയർ ചെയ്തിട്ട് പ്ലസ് ചെയ്യാം. ഓക്കെ, അറിയാലോ. അതായത് 3i + 5j + 7k എന്നാണ് ആ ഒരു വെക്ടർ എങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഇതാണ് എ എന്നുള്ള വെക്ടർ എങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ദാറ്റ് ഈസ് √3² + 5² + 7². അറിയാലോ, അതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്താക്കുക, ആ ഒരു വെക്ടറിന് എന്താക്കുക, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ. അത് നിങ്ങൾ പഠിക്കൽ മസ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഇനി അടുത്തതാണ് കോ ഇനീഷ്യൽ വെക്ടർ. സിമ്പിൾ ആണ്. അതായത് രണ്ട് ഇനീഷ്യൽ പോയിന്റ്. അതായത് രണ്ട് വെക്ടർ ഒരേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, കോ ഇനീഷ്യൽ വെക്ടർ ആയിരിക്കും. ഇനി അടുത്താണ് നമുക്ക് കൊളീനിയർ വെക്ടർ അല്ലെങ്കിൽ പാരലൽ വെക്ടർ. പാരലൽ വെക്ടർ തന്നെയാണ് കൊളീനിയർ വെക്ടർ. എന്താണ്, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കൊളീനിയർ വെക്ടർ. ശ്രദ്ധിക്കണേ, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അതെന്താണ്, കൊളീനിയർ വെക്ടർ ആണ്. ഇനി കൊളീനിയർ വെക്ടർ രണ്ട് വെക്ടർ നിങ്ങൾക്ക് തന്നു. ഏതല്ല വെക്ടർ, AI + BJ + CK, അതേപോലെ XI + YJ + ZK. ഇങ്ങനത്തെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ഇത് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. A/X കാണുക, അതുപോലെ തന്നെ B/Y കാണുക, അതേപോലെ തന്നെ C/K കാണുക. ഇത് മൂന്നും ഒരു കോൺസ്റ്റന്റിനോട് ഈക്വൽ ആണെങ്കിൽ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനോട് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, കൊളീനിയർ വെക്ടർ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു രണ്ട് വെക്ടർ തന്നിട്ട് കൊളീനിയർ ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 പോയിന്റ് തന്നിട്ട് കൊളീനിയർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ പോയിന്റിന്റെ കാര്യം ഞാൻ പറയാം, വെക്ടറിന് അറിയാം. രണ്ട് വെക്ടർ തന്നിട്ട് കൊളീനിയർ ആണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് കണ്ടാൽ മതി. ആ രണ്ട് വെക്ടേഴ്സിനെ എന്താക്കുക, ബൈയാക്കി ചെയ്ത് നോക്കുക. എല്ലാം ഒരേ ഈക്വൽ ആണ് വരുന്നതെങ്കിൽ, എല്ലാം ഒരേ കോൺസ്റ്റന്റിനോട് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, കൊളീനിയർ വെക്ടർ ആയിരിക്കും. ഇനി അടുത്തതാണ് മക്കളെ ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കമ്പണൻസ് ഈക്വൽ ആക്കാൻ ഞാൻ കുറച്ച് പറയാം. പിന്നെ നെഗറ്റീവ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു വെക്ടറിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് അതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വെക്ടർ ഉണ്ട്, അതാണ് അതിൻ്റെ നെഗറ്റീവ് വെക്ടർ. ഇനി നോക്കിക്കോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇത് ഇവിടെ പറഞ്ഞത്. എന്തായിരിക്കും, അതായത് ഒരു വെക്ടർ R എന്നുള്ള വെക്ടർ XI YJ ZK എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് ഓഫ് R, മാഗ്നിറ്റ്യൂഡ് ഓഫ് R എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് ഓഫ് XI + YJ + ZK ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, √(x² + y² + z² ആയിരിക്കും. ഇനി രണ്ട് വെക്ടേഴ്സ് എനിക്ക് തന്നു, A1 A2 A3 എന്നുള്ളൊരു വെക്ടർ, A1i + A2ij + A3k എന്നുള്ള വെക്ടറും, അതേപോലെ B1 B2 B3 എന്നുള്ള വെക്ടറും തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A + B കണ്ടുപിടിക്കാൻ, അതായത് A + B കണ്ടുപിടിക്കാൻ എന്താ മതി, ഐൻ്റെ കമ്പോണൻറ്റും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ ഐൻ്റെ കമ്പോണൻറ്റ് എന്താണ്, A1 ആണല്ലോ, ഇവിടെ ഐൻ്റെ കമ്പോണൻറ്റ് എന്താണ്, B1 ആണല്ലോ, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക ഐ. അതേപോലെ എന്തായിരിക്കും A2 + B2 J, അടുത്തെന്താണ് A3 + B3 K.
അങ്ങനെ എന്തൊക്കെ നമുക്ക് എ പ്ലസ് ബി കിട്ടും. അതേപോലെ തന്നെ എ മൈനസ് ബി എന്തായാലും മതി, പ്ലസ് ചെയ്തതിന് പകരം മൈനസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. എ മൈനസ് ബി 1, A2 മൈനസ് ബി 2, A3 മൈനസ് ബി 3. അപ്പം നമുക്ക് എന്ത് കിട്ടി, എ മൈനസ് ബി ടി. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞ ഈക്വൽ വെക്ടർ. അതായത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ, എയും ബിയും ഈക്വൽ ആണെങ്കിൽ A1ഉം B1ഉം, A1 എന്തിന്റെ കമ്പോണന്റ് ആണ്, ഐന്റെ, B1 ഐന്റെ. അപ്പം A1ഉം B1ഉം ഈക്വൽ ആവുക, A2ഉം B2ഉം ഈക്വൽ ആവുക, A3ഉം B3ഉം ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, ആ വെക്ടർ ഈക്വൽ വെക്ടർ ആയിരിക്കും. എല്ലാം ഈക്വൽ ആണ്. ഒറ്റൊന്നെങ്കിലും അൺഈക്വൽ ആയിട്ട് കിട്ടിക്കണമെങ്കിൽ എന്തല്ല, ഈക്വൽ വെക്ടർ അല്ല. ഓക്കെ, ഇനി എന്താണ്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു വെക്ടറിന് ഒരു സ്കാലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിനുള്ളിലുള്ള എൻറ്റയർ കോമ്പണൻസ്, അതായത് ഐൻ്റെയും ജെയിൻ്റെയും കെയിൻ്റെയും എല്ലാ കോമ്പണൻസും എന്താക്കണം, ആ ഒരു എനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എനെ കൊണ്ടല്ല, ആ ഒരു സ്കാലാറിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഇവിടെ ലാംഡ എ കാണിച്ചാണെങ്കിലേ, എ എന്നുള്ള വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലാംഡ A1 I പ്ലസ് ലാംഡ A2 J പ്ലസ് ലാംഡ A3 K. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ഈ ക്വസ്റ്റ്യൻസ് കാര്യമെല്ലാം നമ്മൾ നമ്മുടെ ലൈവിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈവ് കാണുക, അല്ലെങ്കിൽ എന്താക്കുക, ഇത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മാത്രം തന്നെയാണ് ഇതിലുള്ളത്. എക്സ്ട്രാ ഒരു കാര്യങ്ങളും ഇതിൽ ഇല്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നല്ല രീതിക്ക് എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് എന്താക്കാൻ പറ്റും, ഉത്തരം കിട്ടാൻ പറ്റും. ഇനി അടുത്തതാണ് പഠിക്കാനുള്ളത് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, അതായത് 2 പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു പൊസിഷൻ വെക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇവിടെ P1ഉം അതേപോലെ P2ഉം ഉണ്ട്. ഈ P1 P2 എന്ന് കണ്ടുപിടിക്കാം. അപ്പം P1 എനിക്ക് എന്തെല്ലാം പോയിന്റ് ഉണ്ട്, X1 Y1 Z1. അതേപോലെ P2 എന്തുണ്ടാവും, X2 Y2 Z2 ഉണ്ടാകുമല്ലോ. അപ്പം P1ഉം P2ഉം ജോയിൻ ചെയ്യുന്ന ആ ഒരു വെക്ടർ കണ്ടുപിടിക്കണം. ആ വെക്ടർ ഏതാണ്, P1 P2 ആണ്. ഈ P1 P2 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, നമ്മുടെ ലൈനിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, അതിനത് ഓർമ്മയില്ല, അത് വിട്ടേക്കിട്ടാ. എന്ത് ഓർമ്മയുണ്ടെങ്കിൽ അത് അവിടെ മനസ്സിൽ വെച്ചോ. അതായത് എന്തായിരിക്കും, P2ൻ്റെ കമ്പോണൻസ് എന്നും P1ൻ്റെ കമ്പോണൻസ് എന്നൊക്കെ എന്ത് കുറച്ചാൽ മതി. അതായത് X2 മൈനസ് X1 I പ്ലസ് Y2 മൈനസ് Y1 J പ്ലസ് Z2 മൈനസ് Z1 K. ഓക്കെ, അതായത് എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെ കമ്പോണൻസ് നമ്മൾ എന്താക്കുക, മൈനസ് ചെയ്യുക. P2 എടുത്തത് P2ൽ നിന്നും P1 എന്താക്കുക, മൈനസ് ചെയ്യുക. P2 എന്താണ്, X2 Y2 Z2. P1 എന്താണ്, X1 Y1 Z1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്തായിരിക്കും, X2 മൈനസ് X1 I പ്ലസ് Y2 മൈനസ് Y1 J പ്ലസ് Z2 മൈനസ് Z1 K ആയിരിക്കും. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അവധിക്കുക. ഇനി അതിൻ്റെ മോഡലസ് എന്താണ്, അതായത് മാഗ്നിറ്റ്യൂഡ് എന്താണ്, ആ ഒരു വെക്ടർ കണ്ടുപിടിച്ച് ഇത്രയും നേരം നമ്മൾ എങ്ങനെയാണോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചത്, സെയിം മെത്തേഡ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഇവിടെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് മക്കളെ സെക്ഷൻ ഫോർമുല. എന്താണ് സെക്ഷൻ ഫോർമുല? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഒറിജിനൽ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഞാൻ നോക്കണം താഴെ നിലത്ത് നിൽക്കണം. എൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഒരു വെക്ടർ പോയി, എ വെക്ടർ. അതേപോലെ എൻ്റെ ഫ്രണ്ടിലേക്ക് എന്താക്കി ഒരു വെക്ടർ ബി പോയി. അപ്പം എ വെക്ടർ ബി വെക്ടർ. അപ്പോൾ ഇതിന് രണ്ടിനും ജോയിൻ ചെയ്യിക്കുന്ന ഒരു പോയിന്റ്, ഒരു ലൈൻ ഉണ്ടാവുമല്ലോ. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിന്നും ഞാനിതെൻ്റെ എ ഇങ്ങോട്ടേക്ക് പോയി, എ വെക്ടർ, അതേപോലെ ബി വെക്ടർ ഇങ്ങോട്ടേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെയും ജോയിൻ ചെയ്യിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇതാ ഒരു പോയിന്റ്, ഒരു ലൈൻ ഉണ്ടാവുമല്ലോ. ആ ലൈനാണ് എൻ്റെ ഇത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 6 എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ലൈന M:N എന്നുള്ള അനുപാതത്തിലുള്ള റേഷ്യോ എന്താക്കി കട്ട് ചെയ്തു. എങ്ങനെ കട്ട് ചെയ്ത്, M:N. ഓക്കെ, അപ്പം എവിടെയാണ് 6 വരുന്നത്, നമ്മുടെ ഇങ്ങോട്ടേക്കും വലത്തോട്ടേക്കും നേരെയും പോയ ആ രണ്ട് വെക്ടേഴ്സ് ഇല്ലേ, ആ രണ്ട് വെക്ടേഴ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ നടുവിലാണ്. ഇനി ഈ 6ൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒറിജിനിലേക്ക് എന്താക്കി ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യണം, ഒരു വെക്ടറെ കണ്ടുപിടിക്കുകയാണ്. ആ വെക്ടറിനെ, ആ ഒരു പൊസിഷൻ വെക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് മക്കളെ സെക്ഷൻ ഫോർമുല. ഇനി ഈ 6 എന്നുള്ള പോയിന്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആണെന്നില്ല, പുറത്തായിക്കോട്ടെ. ഇതാ ഇവിടെ കണ്ടില്ല നിങ്ങൾ, എൻ്റെ ബി വെക്ടർ ഇവിടെ പോയി, എ വെക്ടർ ഇവിടെ പോയി, ബി വെക്ടറിൻ്റെ പുറത്താണെന്നുള്ളത് എൻ്റെ 6 എന്നുള്ള പോയിന്റ് എടുത്തത്. അങ്ങനെയാണെങ്കിലും അതിനും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് സെക്ഷൻ ഫോർമുല. അതായത് നമ്മൾ പൊസിഷൻ വെക്ടറാണ് ഇവിടെ എന്താക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. 6 എന്നുള്ള ഒരു പോയിന്റുള്ള പൊസിഷൻ വെക്ടർ, അതിനുള്ള പോയിന്റാണ്. ഇന്റേണലി ആണെങ്കിൽ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു MB + NA/M + N.
ഇനി നേരെ തിരിച്ച് എക്സ്റ്റേണലി ആണെങ്കിലോ, അതായത് പുറത്താണെങ്കിലോ ഒന്നുമില്ല, എം ബി മൈനസ് എൻ എ ബൈ എം മൈനസ് എൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അകത്താണെങ്കിൽ പ്ലസ്, പുറത്താണെങ്കിൽ മൈനസ്, ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് മക്കളെ. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ രണ്ട് വെക്ടേഴ്സിന് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷനൊക്കെ ക്യാൻസലായി നമുക്ക് കിട്ടുക ഒരു റിയൽ നമ്പർ ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും, ഒരു റിയൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക? റിയൽ വാല്യൂ ആയിരിക്കും. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് കാണുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നുള്ളത് വെക്ടർ എനിക്ക് എന്തുണ്ട്? A1i പ്ലസ് A2j പ്ലസ് A3k ഉണ്ട്. അതേപോലെ ബി എന്നുള്ള വെക്ടർ എനിക്ക് എന്തുണ്ട്? B1i പ്ലസ് B2j പ്ലസ് B3k. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് എനിക്കുണ്ട്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയ എ ഡോട്ട് ബി എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ സെയിം കമ്പോണൻസ് ഇല്ലേ, അതിൻ്റെ കമ്പോണൻസ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A1 ഡോട്ട് A1 ഇൻറ്റു B1. അടുത്തെന്താണ്? സെയിം കമ്പോണൻസ് ജെ അല്ലേ, ജെ പ്ലസ് B2 ഇൻറ്റു A2 ഇൻറ്റു B2. അടുത്തെന്താണ്? സെയിം കമ്പോണൻസ് കെ അല്ലേ, പ്ലസ് A3 ഇൻറ്റു B3. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് ബി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ മനസ്സിൽ വെച്ചോ മക്കളെ. എ ഡോട്ട് ബി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐൻ്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെൻ്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ കെൻ്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി കിട്ടും. അപ്പോൾ എ ഡോട്ട് ബി നമുക്ക് എന്താ കിട്ടുക? ഒരു റിയൽ നമ്പറാണ് കിട്ടുക, ഒരിക്കലും വെക്ടർ കിട്ടില്ല. അത് മനസ്സിൽ വെച്ചോളെ. ഇനി നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ഡോട്ട് ബി വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ ആണിത്. കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഇതാണ് നമ്മുടെ ആംഗിൾ. രണ്ട് വെക്ടേഴ്സ് എന്നിട്ട് അതിനിടയിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഓക്കെ, ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഇതാണ്. അതായത് ഞാൻ പറഞ്ഞു എ ഡോട്ട് ബി എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ, എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി. ഇനിയിപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എ എന്നുള്ളൊരു വെക്ടറും ബി എന്നുള്ള വെക്ടറും തന്നിട്ട് ഇത് പെർപെൻഡിക്കുലർ ആണോ എന്ന് എന്താക്കാം ഷോ ചെയ്യാൻ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെക്ക് ചെയ്താൽ മതി? നിങ്ങൾ എ ഡോട്ട് ബി ചെക്ക് ചെയ്താൽ മതി. എ ഡോട്ട് ബി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ആ വെക്ടർ പെർപെൻഡിക്കുലർ ആണ്. ഇനി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ അല്ല. ഉറപ്പിച്ച് പറഞ്ഞു. ഇതാണ് എ ഡോട്ട് ബിയുടെ കാര്യം. ഇത്രയാണ് എ ഡോട്ട് ബി. പിന്നെ ബാക്കി ആംഗിൾസിൻ്റെ കാര്യമാണ്. അതുപോലെ എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആയിരിക്കും കേട്ടോ. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും അത് അപ്പുറം ഇപ്പുറം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് മക്കളെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ. ഒന്നുമില്ല, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളെ സ്ക്രീനിൽ ഒരു മൂവി ഇട്ട് കാണുന്നത് ആലോചിച്ചാൽ മതി. നിങ്ങളിങ്ങനെ നിലത്തിരുന്നിക്കാം. നിലത്തിരുന്നിട്ട് നിങ്ങൾ ടി വി എവിടെ ഉണ്ടാവുക? ഒരിക്കലും നിലത്ത് കൊണ്ട് ആരും വെക്കത്തില്ല. എന്തായാലും ടി വി ഇപ്പം എല്ലാം സീലിങ്ങിൽ വെക്കുന്നത് കൊണ്ട് നമ്മുടെ സീലിങ്ങിലാണ് എന്തുണ്ടാവുക? നമ്മുടെ സീലിങ്ങിലല്ല, ചുമരുമൽ. സീലിംഗ് ടി വി ആയതുകൊണ്ട് ചുമരുമൽ എന്തുണ്ടാവും? ആ ടി വി ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്, നമ്മൾ നിലത്തിരുന്നിട്ടാണ് കാണുന്നത്. എവിടെയാണ്? ചുമരിൻ്റെ മേലെയാണ് നമ്മുടെ ടി വി ഇരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഞാനിരിക്കുന്നത്, ഇവിടെയാണ് എൻ്റെ ചുമര്. ഇപ്പം ചുമരിൻ്റെ മേലെയാണ് എന്തുള്ളത്? ടി വി ഉള്ളത്, ഒരു പെട്ടി കഷ്ണം. അപ്പം ഇത് പ്രൊജക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതാ ഒരു വെക്ടർ ഇതാ എ, അതായത് എൻ്റെ വിഷ്വൽ. അപ്പം അതിനെ നേരെ നിലത്തേക്ക് ഇവിടത്തേക്ക് ഇതുണ്ടാവുമല്ലോ. ഇവിടെ നിന്നും ഈ നേരെയുള്ള ആ ചുമരിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് മക്കളെ പ്രൊജക്ഷൻ വെക്ടർ. അതാണ് നമ്മുടെ പ്രൊജക്ഷൻ വെക്ടർ. ക്ലിയർ ആണല്ലോ? നമ്മൾ കാണുന്ന മേലെയുള്ള സാധനത്തിനെ നേരെ ലംബമായിട്ട് തന്നെ വരണം. ലംബമായിട്ട് വന്നെടുത്ത് നമ്മുടെ ആ പൊസിഷനിൽ നിന്നും ആ ഒരു ഇതിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു വെക്ടറിനെ സൂചിപ്പിക്കാൻ പറ്റും. അതാണ് മക്കളെ പ്രൊജക്ഷൻ വെക്ടർ. അത് തന്നെയാണ് ഇവിടെ കാണിച്ചത്. അതായത് നിങ്ങൾ ഏതൊരു ഭാഗത്തേക്ക് ആക്കിയാലും എന്തായിരിക്കും? അവിടെയൊക്കെ നമുക്ക് പ്രൊജക്ഷൻ വെക്ടറെ സൂചിപ്പിക്കാം. ഇനിയിപ്പം ബാക്കോട്ടേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും കിട്ടും, താഴോട്ടേക്ക് ആക്കിയാൽ അവിടെയും കിട്ടും, താഴോട്ട് നിന്ന് ലെഫ്റ്റിലേക്ക് ആക്കിയാൽ എല്ലായിടത്തും നമുക്ക് കിട്ടും. ഇനി ആ പ്രൊജക്ഷൻ വെക്ടറിൻ്റെ ആ ലെങ്ത്, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ, ഇത് പറഞ്ഞെന്താണ്? പ്രൊജക്ഷൻ വെക്ടർ ആണ്. ഇനി പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. മോഡുലസ് ഓഫ് P that is equal to 1 by modulus of B into A dot B. അതായത് പ്രൊജക്ഷൻ വെക്ടർ A on B. പ്രൊജക്ഷൻ വെക്ടർ A on B.
പ്രൊജക്ഷൻ വെക്ടർ എ ഓൺ ബി ആണ് എന്ത് മോഡുലസ് ഓഫ് 1/mod ഓഫ് ബി ഇൻറ്റു എ ഡോട്ട് ബി. അപ്പോൾ പ്രൊജക്ഷൻ വെക്ടർ എ ഓൺ ബി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താക്കിയാൽ മതി, ഈ ഒരു ഇക്വേഷൻ നിങ്ങളെ മൈൻഡിൽ വെച്ചാൽ മതി. ഇനി പ്രൊജക്ഷൻ വെക്ടർ എന്താണോ എന്ന് ആരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്താക്കിയാൽ മതി, നമ്മുടെ ചുമരുമുള്ള ടി വിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റും കൂടി പറഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ. ഇപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ ഉപയോഗം തന്നെ എന്താണ്, ഏറ്റവും ചുരുക്കിയ ഒരു ചാപ്റ്റർ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് സോൾവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈവിൽ എന്തൊക്കെയുണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്താണ് പഠിക്കാനുള്ള മക്കളെ ക്രോസ് പ്രൊഡക്റ്റ്. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുക എന്താണ്, ഒരു വെക്ടർ തന്നെയാണ്. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടുക എന്താണ്, ഒരു വെക്ടർ തന്നെയാണ്. അപ്പം ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആണ് കിട്ടുക. പക്ഷെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു വെക്ടർ തന്നെയായിട്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു വെക്ടർ തന്നെയാണ് കിട്ടുക. ഇനി ഇതിന്റെ കുറച്ച് പ്രത്യേകത പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു എ എന്നുള്ള വെക്ടറും ഒരു ബി എന്നുള്ള വെക്ടറും തന്നെ, ഇതിന് രണ്ടിനും എക്കും ബിക്കും ഒരുപോലെ ബോത്ത് എ ആൻഡ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോളെ, ബോത്ത് എ ആൻഡ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, നിങ്ങൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചാൽ മതി. ശ്രദ്ധിച്ചോളെ, എ ക്രോസ് ബി എന്താണ്, എക്കും ബിക്കും ഒരുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് എന്ത്, എ ക്രോസ് ബി. ഓക്കെ, അപ്പം എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം, എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എയും ബിയും പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ ഡോട്ട് ബി കണ്ടുപിടിച്ചാൽ മതി. രണ്ടും നമ്മൾ വ്യത്യാസം ശ്രദ്ധിക്കണം. ഇനി എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ എന്തായിരിക്കും, പാരലൽ ടു ബി ആയിരിക്കും. എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈസ് പാരലൽ ടു ബി ആയിരിക്കും. ഇനി എ ക്രോസ് ബി കണ്ടുപിടിക്കുന്ന ഫോർമേഷനാണ്. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ നമ്മൾ ഡിറ്റർമിനന്റ് ആണ് യൂസ് ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റത്തെ ലൈൻ ഫസ്റ്റത്തെ റോയിൽ എന്ത് കൊടുക്കുക, IJK, നമ്മുടെ ഡയറക്ഷണൽ കമ്പോണൻസ് IJK, ഡയറക്ഷണൽ കമ്പോണൻസ് IJK കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തതിൽ നമ്മുടെ എ ക്രോസ് ബി ആണെങ്കിൽ എയുടെ കമ്പോണൻസ്, എ ക്രോസ് ബി ആണെങ്കിൽ എയുടെ കമ്പോണൻസ്. ഇനി ബി ക്രോസ് എ ആണെങ്കിലോ ബിയുടെ കമ്പോണൻസ്. അപ്പം എ ക്രോസ് ബി ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും, എയുടെ കമ്പോണൻസ്. എയുടെ കമ്പോണൻസ് ഏതാണ്, ഇവിടെ എ എന്താണ്, എ ദാറ്റ് ഈസ് ഈക്വൽ ടു A1I പ്ലസ് A2J പ്ലസ് A3K. അപ്പം എന്തരും A1 A2 A3. പിന്നെ അടുത്ത എന്താണ്, ബിയുടെ കമ്പോണൻസ്. ബി എന്താണ് ഇവിടെ, ബി ദാറ്റ് ഈസ് ഈക്വൽ ടു B1I പ്ലസ് B2J പ്ലസ് B3K. അപ്പം എന്ത് കൊടുക്കാം, B1 B2 B3 എന്ന് കൊടുക്കാം. അപ്പോൾ A1 A2 A3 B1 B2 B3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത്, ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്രോസ് പ്രൊഡക്റ്റ് കിട്ടും. അതൊരു വെക്ടർ തന്നെയായിരിക്കും. പിന്നെ ഇതിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് എന്തെന്ന്, ഏരിയ ഓഫ് എ ട്രയാങ്കിളും ഏരിയ ഓഫ് എ പാരലലോഗ്രാം. അതായത് ഇങ്ങനെ ഒരു പാരലലോഗ്രാം ഉണ്ട്. ഈ പാരലലോഗ്രാമിൻ്റെ ഇവിടെയുള്ള എ വെക്ടറും ഇവിടെയുള്ള ബി വെക്ടറും തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ട്രയാങ്കിളിൻ്റെ ആണെങ്കിലോ നിങ്ങൾ നോക്കിക്കൊള്ളതാ, ഞാനിതിനെ നേർ പകുതിയാക്കി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആയില്ലേ. അപ്പം എന്താക്കിയാൽ മതി, ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അതായത് അതിൻ്റെ പകുതി കണ്ടാൽ പോരെ. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ. ഏരിയ ഓഫ് എ ട്രയാങ്കിളും ഏരിയ ഓഫ് എ പാരലോഗ്രാം. ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്താണ്, രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ എ ക്രോസ് ബി, ആ രണ്ട് വെക്ടേഴ്സും തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. ഇനി ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണുക. എന്നിട്ട് അതിനെന്താക്കുക, ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് അതിൻ്റെ പകുതി കാണുക, അതായത് അതിൻ്റെ 2 കൊണ്ടായിരിക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയുമാണ് പഠിക്കുന്നത്. ഇപ്പം ഈ ശ്രദ്ധിക്കേണ്ട, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ എന്താണ് പഠിക്കണം, എ ക്രോസ് ബി. എയും ബിയും പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എ ഡോട്ട് ബി. ശ്രദ്ധിക്കണം അത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്ക് നേടണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 3 ഡയമെൻഷൻ ജോമെട്രി പക്ക ഈസിയായിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാം. ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കട്ടെ. ഓക്കെ, ഒറ്റ പ്രോബ്ലം ചെയ്യാണ്ട് നിന്നിട്ട് ഇത്രയും കോൺസെപ്റ്റ് പറഞ്ഞാൽ മതി, നിങ്ങൾ നല്ലോണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, നന്നായിട്ട് പഠിക്കാം.